അപ്പോൾ നമുക്ക് നോക്കാം. ഞാനൊരു കളർഫുൾ കേസിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ റെഡ് കളറിന് വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അധികം ചെറുതാക്കണമെന്നില്ല. എന്തായാലും നമ്മൾ കുക്ക് ചെയ്ത് കേട്ടത് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം എന്നുവെച്ചാൽ ഇപ്പോൾ ആ കുക്കറിൽ എത്രയാണോ ആ ബീട്രൂട്ട് ഫുൾ കവറായി നിൽക്കുന്നത് അത്രയും വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അത് കൂടുതൽ ഉപ്പായി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടേസ്റ്റ് വരും ഉപ്പിൻ്റെ. അതുകൊണ്ടൊരു നുള്ളുപ്പ് നമുക്കത് ജസ്റ്റ് ആ ഒരു ബീട്രൂട്ട് കുക്ക് ചെയ്തെടുക്കാനുള്ള അത്രയും ഉപ്പ് മതി. ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ കുക്കറിൽ വെച്ചിട്ട് വിസിലടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതല്ല എങ്കിൽ ഡയറക്റ്റ് ഇതേപോലെ വെറുതെ വെച്ചിട്ട് ചെയ്താലും മതി. കുക്കറിൽ ഞാൻ ഇത് മീഡിയം ഫ്ലെയിമിലൊന്നുമല്ല ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും ഇട്ടിട്ടാണ് ഇതിനെ കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കർ അനുസരിച്ചിട്ട് അത്ര നേരം കൊണ്ടത് കുക്ക് ചെയ്യുമോ അത്രയും നേരം വെച്ചിട്ട് നമുക്കതെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതാ 3 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് അതിൻ്റെ ആവി പോയതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ അത് കറക്റ്റ് കുക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അല്ലാതെ വിസിലിടാതെ നോർമൽ രീതിയിൽ കുക്ക് ചെയ്തിട്ട് എടുത്താലും മതി. ഓക്കെ, അപ്പം ആ കുക്കറിൽ നിന്ന് ഞാനത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളം വേറെയും ബീട്രൂട്ട് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിന് നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളറായിട്ട് യൂസ് ചെയ്യാം. നാച്ചുറൽ ഫുഡ് കളറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആ വെള്ളത്തിന്. എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടിന് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും. ഉള്ള വെള്ളം അതിൽ നിന്നോട്ടെ. ആ വെള്ളം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മിക്സിയിലിട്ടിട്ട് അതിനൊന്ന് നല്ല പേസ്റ്റ് പോലെ ഇതേപോലെ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതല്ല രണ്ടും വേണ്ട എങ്കിൽ നമുക്ക് ഡയറക്റ്റ് റവേനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 200 ml റവയാണ് എടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ആ റവ ഒന്ന് എടുത്തിട്ട് അതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് റവ കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിക്കാം. വെള്ളം ഞാൻ എടുത്തിരിക്കുന്നത് 200 ml ആണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒഴിക്കുന്നത് 200 ml പാലാണ്. അപ്പോൾ ഒരു 200 ml റവയ്ക്ക് നോർമലി 400 ml ലിക്വിഡാണ് നമ്മൾ ഒഴിക്കേണ്ടത് വെള്ളം. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 200 ml വെള്ളവും 200 ml പാലും ഒഴിച്ചത് കുറച്ചുകൂടി ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അതിലേക്ക് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത്. അപ്പം ഇനി പാൽ തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കുക. നല്ല ഇളക്കി കൊടുക്കുക. റവ ഇട്ട് കഴിഞ്ഞ ശേഷം അതൊന്ന് കുറുകുന്ന വരെ ഇളക്കി കൊടുക്കുക. നല്ല തിക്കാവണം റവ. ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നത് കണ്ടേ, അത് തിക്കായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഞാനതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ജസ്റ്റ് അത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതുവരെ ഇതിൽ ഷുഗർ ചേർത്തിട്ടില്ല. ഒന്ന് കുക്കായി കഴിഞ്ഞിട്ട് ഷുഗർ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇനി ഒന്ന് ഫ്ലെയിം കുറച്ചിടുക. എന്നിട്ട് പഞ്ചസാര ചേർക്കുക. ഷുഗർ ഞാൻ എടുത്തിരിക്കുന്നത് റവ എത്രയാണോ നമ്മളെടുത്ത് അതേ അളവ് തന്നെയാണ് ഞാൻ ഷുഗർ എടുത്തിരിക്കുന്നത്. അപ്പോൾ 200 ml ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അത് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു ഷുഗർ ഒന്ന് വെള്ളമായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ തിക്ക് കൺസിസ്റ്റൻസി മാറിയിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആവും. അതിന് നമ്മൾ വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, വീണ്ടും അതിനെ ഒന്ന് നല്ലോണം തിക്കാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ടേസ്റ്റിന് ആവശ്യമുള്ളത്ര ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഏലക്കാപ്പൊടി ഇടുമ്പോൾ, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തെന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. നല്ലോണം ഇളക്കി കൊടുക്കുക. ആ ഷുഗർ ഇട്ടതുകൊണ്ട് തന്നെ നല്ലോണം ആ കൺസിസ്റ്റൻസി ഒന്ന് ലൂസ് ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു സ്പൂണും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, പക്ഷെ ഗീ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണും കൂടെ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തന്നെ അതൊരു നല്ലോണം തിക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാത്രത്തിൽ നിന്ന് അത് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പരുവം. ഇത് വെച്ച് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ആ ഗീ എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ 2 കളർ കേസരിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പോടുകൂടെ കഴിഞ്ഞു, നമ്മുടെ കേസരി ഉണ്ടായി കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ 2 കളർ കേസരി ഉണ്ടാക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ റെഡ് കളറും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഒരു പോർഷൻ മാറ്റി വെക്കാം. നിങ്ങൾക്ക് എത്ര വേണോ യെല്ലോ അത്രയും എടുത്ത് വെക്കാം. ഞാൻ ഇതിലൊരു 3/4 പോർഷൻ എന്ത് ചെയ്യാണ് എടുത്ത് വെക്കാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പൊ നമ്മൾ യെല്ലോ കളർ കേസരി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നോർമലി ഒരു കേസരി ഉണ്ടാക്കുന്ന സ്റ്റെപ്സ് ഇവിടെ തീർന്നു. പക്ഷെ ഞാനിത് റെഡ് കളറും കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒരു പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പോർഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എടുത്തു വെച്ചിരുന്ന ബീട്രൂട്ടിന്റെ ആ ഒരു പ്യൂരിയില്ലേ, നമ്മൾ ബീട്രൂട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുള്ള പ്യൂരിയില്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പോർഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പൊ അത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആവും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അതിന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നേരത്തെ പോലത്തെ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ പ്യൂരി ഇടാം. നിങ്ങൾക്ക് കളറിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അത് ഫുൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ല കളർ ഉണ്ടെങ്കിൽ വേണ്ട, അതിന് മുമ്പത്തെ സ്റ്റെപ്പ് ഒരു 2 സ്പൂണോ 3 സ്പൂണോ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിക്കാക്കി എടുക്കുക. ഇപ്പോഴത് വിട്ട് വരാൻ തുടങ്ങും. ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ അതൊന്ന് സ്റ്റോപ്പ് എടുത്ത് വെച്ചാൽ നമുക്ക്. അങ്ങനെ നമ്മുടെ റെഡ് കളർ കേസരിയും റെഡി ആയി കഴിഞ്ഞു. അല്ല, നമ്മൾ രസത്തിൽ നിന്ന് നല്ലോണം വിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 കളറിലെ കേസരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.